കേരളത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച റൂട്ടുകളിലൊന്നാണ് നമ്മുടെ കോന്നി അച്ചൻകോൽ റൂട്ട്. അതും വനത്തിലൂടെ ഒരു 18 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുന്നൊരു അനുഭവം എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 രീതിയിൽ പോകാം. കോന്നി എലിയറയ്ക്കൽ അച്ചൻകോൽ പോകാം, പത്തനാപുരം വഴി പോകാം, അതുപോലെ തന്നെ അലിമുക്ക് പുല്ലൂന്ന് വരുന്നവർക്ക് അതാണ് എളുപ്പം. ഏറ്റവും അതിനകത്ത് അപകടം തോന്നുന്ന ഒരു റൂട്ടെന്ന് പറയുമ്പോൾ, കാരണം പേടി തോന്നുന്ന റൂട്ടെന്ന് പറയുമ്പോൾ കോന്നി കല്ലേലി വഴി നമ്മൾ അച്ചൻകോലിൽ പോകുന്നത്. കാട്ടിനകത്തൊരു 18ഓളം കിലോമീറ്റർ നമ്മൾ ഒന്ന് പേടിച്ചിട്ട് വേണം പോകാൻ. കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആനകളെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ കഴിയും. കാരണം നമ്മുടെ ഒരു അച്ചൻകോലാറിൻ്റെ തീരത്തോടാണ് ഈ ഒരു യാത്ര വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ആന വെള്ളം കുടിക്കാൻ വേണ്ടി വേനൽക്കാലത്ത് കൂടുതലും പുഴയിലോട്ട് വരാറുണ്ട്. നമ്മൾ പോയത് ഒരു 11 മണി ആ ഒരു സമയത്താണ്. കല്ലേലി അമ്പലത്തിൽ കയറിയതിന് ശേഷം നമ്മൾ അച്ചൻകോൽ വഴി കറങ്ങി വരാമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ പോകുന്ന റൂട്ടിൽ അധികം വണ്ടികളൊന്നുമില്ല, 1-2 വണ്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ശബരിമല സീസണിലല്ല പോയത്. ശബരിമല സീസണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം സ്വാമിമാരെ, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ നമുക്ക് നടന്നു പോകുന്നതൊക്കെ കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയൊരു പേടിയുണ്ടായിരുന്നു. വണ്ടി കുറവായിരുന്നു. ആനയൊക്കെ എപ്പോഴെങ്കിലും കാണാൻ കഴിയുമോ എന്നൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ആനയൊന്നും അധികം കണ്ടില്ല. പിന്നെ കുറേ മയിലുകളെയും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഫുള്ള് നമ്മുടെ അച്ചൻകോൽ ആറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ കുളിക്കാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ആ കാട്ടിനകത്ത് വനത്തിൻ്റെ ഒരു 18 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ചെറിയ കോൺക്രീറ്റ് റോഡ് അല്ലെന്നുണ്ടെങ്കിൽ ടാറിട്ട റോഡൊക്കെ വരും. ഇതൊക്കെ ബസ് പോകുന്ന റൂട്ടാണ് കേട്ടോ. അത് പത്തനാപുരത്തു നിന്ന് വരുന്ന ആ റൂട്ടിൽ കയറി വരുന്ന ബസ്സുകളാണ് ഈ റൂട്ടിൽ കൂടെ വരുന്നത്. അന്നേരം ധാരാളം വണ്ടികൾ ആൾക്കാർക്ക് നിർത്തിയിട്ട് അവിടെ കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറുണ്ട് കാട്ടിനകത്തോടെ തന്നെ പോയിട്ട് നമ്മൾ അച്ചൻകോൽ എത്തിയപ്പോൾ തന്നെ ഉച്ചയ്ക്കൊരു 2:30 ആയി. അപ്പോഴത്തേക്ക് ക്ഷേത്രം അടച്ചിരുന്നു. പിന്നെ വൈകുന്നേരം നമുക്കവിടെ തൊഴാൻ കഴിയത്തുള്ളൂ.